എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു മീൻ വറുത്തതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിന് മുൻപ് ഞാനൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ട് അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞാണ്. ഇത് അതിലും ടേസ്റ്റുള്ള ഒരു മീൻ ഫ്രൈ തന്നെയാണ്. ഗോവൻ ഫിഷ് ഫ്രൈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പക്ഷേ മസാലയൊക്കെ ഞാൻ തയ്യാറാക്കുന്ന എൻ്റെ തന്നെ മസാലയാണ്. ഒരു കാര്യം മാത്രം അതിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻ നന്നായിട്ട് ക്ലീനാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള മീനാണ്. ഇത് നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുഴുവനെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പീസായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തു. ഇതിൽ ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഇഞ്ചി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ട കാശ്മീരി മുളക് പൊടിയാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തുള്ളത്. മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ കറുത്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നാരങ്ങാനീര് എടുക്കുക. നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വിനീഗർ അല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട് കുഴിക്കാവുന്നതാണ്. നാരങ്ങാനീര് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അരപ്പ് നമുക്ക് മീനിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഏത് ടൈപ്പിലുള്ള മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അയിലയൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മൂമ്മ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ അയില മീൻ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അപ്പൂപ്പൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ പല പല രീതിയിലുള്ള ഡിഷസ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇനി വേണ്ടത് ഇതിലേക്ക് റവയാണ്. ഈ റവയിൽ മുക്കിയാണ് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ റവയിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ റവ വെച്ചിട്ട് പൊരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മീൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ നന്നായിട്ട് റവയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാനാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് മീനിൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ ഇളകി വരാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ മീൻ 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. മീനിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കറിവേപ്പില പച്ചമുളകൊക്കെ ഇതിലിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കറിവേപ്പില അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യമേ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ മീൻ അധികം വേവില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. എന്തായാലും നിങ്ങൾ ഇനി മീൻ പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ സിമ്പിളായിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്